കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമോ, അവിടെ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്, വർഷങ്ങളായിട്ട് പിതാവ് മാണി സാറ് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന് ഇന്ന് മന്ത്രിത്തിൽ ഇരിക്കേണ്ട ഒരു മനുഷ്യൻ മന്ത്രിയാകാതെ പോയ അവസ്ഥ അവിടെയുണ്ട്. അത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ മനപ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇനി ഒരു പരീക്ഷണത്തിന് പാലായിലേക്ക് ജോസ് കെ മാണി എത്തുമോ? ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നത് സോണി കല്ലറക്കലാണ്. സോണി നമസ്കാരം. നമസ്കാരം. സോണി, നമ്മൾ പറയുന്ന വിഷയത്തിൽ പാലായിലേക്ക് ഇനി ഒരു പരീക്ഷണത്തിന് ജോസ് കെ മാണി എത്തുമോ? എന്തുകൊണ്ട് എത്തിക്കൂടാ? ജോസ് കെ മാണി LDF-ലായാലും UDF-ലായാലും ജോസ് കെ മാണിയെ പോലെ ഒരാൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ് പാല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് അവർക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത്, പാലാ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് തന്നെയായിരിക്കും. ഇപ്പൊ അവരെ പിന്തുണയ്ക്കുന്നത് UDF ആയാലും LDF ആയാലും ഇപ്പൊ CPM ആയാലും കോൺഗ്രസ് ആയാലും അവരെ വിശ്വാസത്തിൽ എടുത്ത് പോവുകയാണെങ്കിൽ ജോസ് കെ മാണിക്ക് വിജയിക്കാൻ പറ്റും. എനിക്കൊന്ന് കുറച്ചൊക്കെ ജോസ് കെ മാണിയുടെ നയവൈകല്യം കൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി പരാജയപ്പെട്ടത് എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. CPM-നെ പോലുള്ള ഒരു പ്രസ്ഥാനത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതാണ് ജോസ് കെ മാണിയുടെ വലിയൊരു പരാജയം. അല്ലാതെ മറ്റുള്ള ആരും ജോസ് കെ മാണിക്ക് പൊതു ശത്രുവായിട്ട് അവിടെ തോന്നുന്നില്ല. പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പ് ഒന്നും ഈ പറഞ്ഞ ആണികളൊന്നും അവിടെ ഇല്ല. ജോസ് ഗ്രൂപ്പ് വിചാരിച്ചാലൊന്നും ജോസ് കെ മാണിയെ തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല. പ്രത്യേകിച്ച് അവർ UDF-ന്റെ ഭാഗവുമാണ്. CPM-നെ പോലുള്ള ഒരു വലിയ പ്രസ്ഥാനത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോസ് കെ മാണിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെ കരുതുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ജോസ് കെ മാണിയുടെ പിതാവ് കെ മാണി അവിടെ ആദ്യം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എതിരാളിയായിട്ട് വന്നത് കോൺഗ്രസ് ഐയിലെ MM ജേക്കബ് ആയിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, ഗവർണറായിരുന്നു, അങ്ങനെ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരു സീനിയർ നേതാവായിരുന്നു അന്തരിച്ച MM ജേക്കബ്. അദ്ദേഹമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മറുവശത്ത് വന്നത്. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവായ KM മാണി അവിടെ വിജയിച്ചത്. അപ്പൊ തന്നെ നമുക്കറിയാം പാലായിൽ കേരള കോൺഗ്രസിന്റെ സ്ട്രെങ്ത്. അപ്പൊ അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിലും MM ജേക്കബ് തന്നെയായിരുന്നു KM മാണിയുടെ എതിരാളി. വലിയ ഭൂരിപക്ഷത്തിനാണ് MM ജേക്കബിനെ അവിടെ തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഈ അനായാസം, പ്രത്യേകിച്ച് LDF-ന്റെ പിന്തുണയോട് കൂടി ഉള്ളത് കൊണ്ട് അനായാസം വിജയിക്കാൻ പറ്റുന്ന പാല എന്ന് പറയുന്നത്. മാണി സി കാപ്പൻ അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അത് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയോട് തന്നെയാണ്, അഡ്വക്കേറ്റ് ടോം ജോസിനോട് തന്നെ. അതായത് KM മാണി മരിച്ചു കഴിഞ്ഞ് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചതാണ്. കൂടാതെ തന്നെ KM മാണി അവിടെ മത്സരിക്കുമ്പോൾ പോലും നിസാര വോട്ടുകൾക്ക് മാണി സി കാപ്പൻ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായി. കാരണം അവസാന റൗണ്ടിലൊക്കെ ഏതാണ്ട് 4000-5000 വോട്ടിനൊക്കെ LDF സ്ഥാനാർത്ഥി അവിടെ തോറ്റുപോയിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് അവിടെ ശക്തിയുണ്ട്, പാർട്ടിക്ക് ശക്തിയുണ്ട്, തോൽക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ LDF-ന്റെ പിന്തുണയും അവരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അവിടെ ജോസ് കെ മാണിക്ക് വിജയിക്കാൻ സാധിക്കും. BJP-യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറുവശത്ത് BJP-യിൽ PC ജോർജും ഷോൺ ജോർജും ഒക്കെ അപ്പുറത്തുണ്ട്. അപ്പൊ അതും ജോസ് കെ മാണിക്ക് നേട്ടമായി തന്നെ വരും. കാരണം നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ അവർ പിടിക്കുന്ന UDF-ന്റെ വോട്ടുകളായിരിക്കും. അത് BJP-യിലേക്ക് മാറ്റാൻ PC ജോർജിനും ഷോൺ ജോർജിനും ഒക്കെ സാധിച്ചാൽ അതും കെ മാണിക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് പാലായിൽ വരുന്നത്. ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. PC ജോർജ് ഇപ്പം രണ്ടുപേരും, ഷോൺ ജോർജ് ആയാലും PC ജോർജ് ആയാലും ഇപ്പം BJP-യുടെ ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുമെന്ന് ഇതിലാരെങ്കിലും ഒരാൾ മത്സരിക്കും എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവസാന റൗണ്ടിലാണ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, കഴിഞ്ഞ ഇടയ്ക്ക് BJP-യിലേക്ക് പോയ അനിൽ ആന്റണി അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചൊരു കാര്യമാണ്. നേരെ മറിച്ച് ഷോൺ ജോർജോ PC ജോർജ് അവിടെ, ഷോൺ ജോർജ് അല്ലെങ്കിൽ PC ജോർജ് അവിടെ പാർലമെന്റിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു മത്സരം BJP-ക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കുറച്ചുകൂടെ വോട്ട് അനിൽ ആന്റണി പിടിച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ വോട്ട് അവർ പിടിച്ചേനെ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂഞ്ഞാറ് അതുപോലെ കാഞ്ഞിരപ്പള്ളി, പാല, ഇവിടെയൊക്കെ PC ജോർജും ഷോൺ ജോർജും BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം BJP-ക്ക് മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ ഘടകകക്ഷിയായ BJDS-നെ ഒക്കെ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും സീറ്റുകൾ വിട്ടുപോയെങ്കിലേ ഉള്ളൂ. പക്ഷേ PC ജോർജും ഷോൺ ജോർജും ഉള്ളിടത്തോളം കാലം പൂഞ്ഞാറ് വീട്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. ഇനി നാളെ ഇവര് UDF-ന്റെ മുതൽ മേടിച്ച് UDF-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഷോൺ ജോർജോ PC ജോർജോ പൂഞ്ഞാറ്റിൽ മത്സരിക്കും BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട്. ഇനി PC ജോർജ് പൂഞ്ഞാറ്റിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ഷോൺ ജോർജ് പാലായിലോ കാഞ്ഞിരപ്പള്ളിയിലോ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. BJP-യുടെ സ്ഥാനാർത്ഥിയായി ഇവർ രണ്ടുപേരും രണ്ട് മണ്ഡലങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതോടുകൂടി പരാജയം ഏറ്റുവാങ്ങി രണ്ടുപേരും ഈ പാർട്ടിക്ക് ഇനിയൊരു 5 വർഷം കൂടെ അച്ഛനും മകനും ഒന്നും ഭരണത്തിലില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയില്ലേ? ഇതിന് മാറ്റം വരുത്താൻ ഷോൺ ജോർജ് ശ്രമിക്കത്തില്ലേ? ഏതെങ്കിലും BJP വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കാറാനുള്ള സാധ്യതയോ വല്ലതും കാണുന്നുണ്ടോ? PC ജോർജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ PC ജോർജിന് സ്വന്തമായിട്ട് അർത്ഥവാണികളും ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്തിലേക്ക് സ്വതന്ത്രമായിട്ട് മത്സരിച്ച ഒരു സ്ഥിതിയുണ്ട്. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. BJP-യിലേക്ക് വരുന്നതിന് മുമ്പാണ് അദ്ദേഹം സ്വതന്ത്രമായിട്ട് അവിടെ മത്സരിക്കുകയും ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനുള്ള ശേഷി PC ജോർജിനും ഷോൺ ജോർജിനും ഒക്കെ ഉണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഒരു BJP-യുടെ അംഗങ്ങളാണ് അവര്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവര് BJP-യുടെ സ്ഥാനാർത്ഥികളാകായി വരാനുള്ള സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ വന്നാൽ വ്യക്തിപരമായ കുറെ വോട്ടുകളും ഇവരെ രണ്ടുപേർക്കും ഉണ്ടാകും.